എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിൻ്റെ 7ാമത്തെ സർഗത്തിൽ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇവിടെയൊക്കെ രാജാവിനോടൊപ്പം നിൽക്കുന്നവരായിട്ടുള്ള മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ഋത്വിക്കുകളുടെയൊക്കെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. നമുക്ക് ആദ്യം 7ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീമന്തശ്ച മഹാത്മാന ശസ്ത്രജ്ഞാ ദൃഢവിക്രമാ കീർത്തിമന്തഃ പ്രണിഹിതാ യഥാ വചനകാരിണ. ഈ പറഞ്ഞ ഋത്വിക്കുകൾ അല്ലെങ്കിൽ ഉപദേശികളായിട്ടുള്ള പുരോഹിതന്മാർ അവരെങ്ങനെയായിരുന്നു? ശ്രീമന്തശ്ച മഹാത്മാന, അവരൊക്കെ ശ്രീമാന്മാരായിരുന്നു, ഐശ്വര്യസമ്പന്നരായിരുന്നു. ഐശ്വര്യം എന്ന് പറയുന്നത് കുറേ അധികം ധനമുള്ളത് കൊണ്ടല്ല, ഉള്ളതിൽ തൃപ്തി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് വേറെ എവിടെ നിന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും യാതൊരു പരാതിയില്ല, അത്യാർത്ഥികളൊന്നുമില്ല. അതുകൊണ്ടാണ് അവരെ ശ്രീമാന്മാർ എന്ന് വിശേഷിപ്പിച്ചത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് അവരെ മഹാത്മാക്കൾ, മഹാത്മാന എന്ന് വിശേഷിപ്പിച്ചത്. വളരെ മഹാന്മാരുമായിരുന്നു ആ ഋത്വിക്കുകൾ. മഹാത്മാന ശസ്ത്രജ്ഞാഹ. ഇനി ആവശ്യമുള്ള സമയത്ത് ശസ്ത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് ആയുധങ്ങൾ എന്നുള്ള അർത്ഥമാണ് കിട്ടണത്. ആയുധം പ്രയോഗിക്കാനും അവർക്കറിയാമായിരുന്നു. അത് ബ്രാഹ്മണരെ പറ്റി തന്നെയാണോ പറയണത് എന്നുള്ളത് വ്യക്തമല്ല. അവിടുത്തെ ഭടന്മാരെ പറ്റിയിട്ടാണോ എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കണില്ല. തൊട്ടു മുമ്പിലുള്ള ശ്ലോകത്തിൽ പറയണത് ഈ ബ്രാഹ്മണരെ പറ്റിയിട്ടാണ്. അപ്പോൾ അവർ ശസ്ത്രജ്ഞന്മാരായിരുന്നു. ശാസ്ത്രജ്ഞന്മാരല്ല, ശസ്ത്രങ്ങളെ പറ്റിയിട്ട്. ശസ്ത്രം ആയുധമാണ്. ആയുധങ്ങളെ പറ്റിയിട്ട് നല്ല ജ്ഞാനമുള്ളവരായിരുന്നു. ദൃഢവിക്രമാഹ, ആയുധവീരന്മാരാണെന്നുള്ളതോടൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ വിക്രമം, അതായത് പരാക്രമശാലികൾ. ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ അവരെ തിരിച്ചാക്രമിക്കാനുള്ള ചങ്കൂറ്റമുള്ളവരുമായിരുന്നു. ദൃഢവിക്രമാഹ. അതുകൊണ്ട് കീർത്തിമന്ത, കീർത്തിയുള്ളവരെ കീർത്തിമാന്മാരും. പ്രണിഹിതാഹ, പ്രണിഹിതന്മാരെന്ന് പറഞ്ഞാൽ രാജ്യകാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധാലുക്കൾ. നമുക്കിത് വർണ്ണിക്കുന്നത് കേട്ടാൽ അവിടുത്തെ സൈനികന്മാരെ പറ്റി പറയണത് പോലെയാണ് തോന്നുക. രാജ്യകാര്യങ്ങളിൽ രാജ്യത്തിൻ്റെ അഥവാ രാജാവിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധ കൊടുക്കുന്നവർ, നല്ല ശ്രദ്ധയുള്ളവർ. അതാണ് പ്രണിഹിതാഹ. അങ്ങനെ പ്രണിഹിതന്മാരെന്ന് വെച്ചാൽ പ്രകർഷേണ നിഹിതന്മാരായിരുന്നു, ആണ്ട് മുങ്ങിയവരായിരുന്നു. രാജ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുള്ളവരായിരുന്നു. അതുപോലെ തന്നെ യഥാവചനകാരിണ, വാക്കെങ്ങനെയാണോ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവർ. ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് യാതൊരു സംശയവും ഇല്ല, വേണ്ടതുപോലെ എല്ലാം ചെയ്തു കൊടുക്കുന്നവരായിരുന്നു. അതാണ് യഥാവചനകാരിണ. പറയും പോലെ പ്രവർത്തിക്കുന്നവരുമായിരുന്നു അവിടെയുള്ള ബ്രാഹ്മണർ, അല്ലെങ്കിൽ അവിടുത്തെ സൈനികന്മാർ, അവിടുത്തെ പ്രജകൾ എന്നൊക്കെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. മാത്രമല്ല, 8ാമത്തെ ശ്ലോകം നോക്കാം. തേജക്ഷമായശഃപ്രാപ്താഃ സ്മിതപൂർവാഭിഭാഷിണ ക്രോധാത് കാമാർത്ഥഹേതോർവാ ന ബ്രൂയുരനൃതം വച. അവർ എങ്ങനെയുള്ളവരായിരുന്നു? തേജക്ഷേമ യശഃപ്രാപ്താഃ, തേജസ്വികളായിരുന്നു, ക്ഷമയുള്ളവരായിരുന്നു, യശസ്സിനെ പ്രാപിച്ചവരായിരുന്നു. അതാണ് തേജക്ഷേമ യശഃപ്രാപ്താഃ. തേജസ്, ക്ഷമ, യശസ് എന്നിവയൊക്കെ പ്രാപിച്ചവർ. ഇതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതായത് അവരുടെ ജീവിതചര്യകളെ കൊണ്ട് അവരിതെല്ലാം സ്വീകരിച്ചിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ ഉണ്ടായി വന്നു. അതാണ് തേജക്ഷമ യശഃപ്രാപ്താഃ. മാത്രമല്ല, അവർ സ്മിതപൂർവാഭിഭാഷിണ. വർത്തമാനം പറയുമ്പോൾ ആദ്യം തന്നെ ഒരു ദേഷ്യപ്പെട്ട മുഖമൊന്നുമല്ല ഉണ്ടായിരുന്നത്. കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് ഗൗരവമുള്ളതൊക്കെ ആവും, അതൊക്കെ പറയണമെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കണമെങ്കിലും ആദ്യം തന്നെ മുഖത്തൊരു പ്രസന്ന ഭാവം വരുത്തിയിരുന്നു. അതാണ് സ്മിതപൂർവ അഭിഭാഷിണ. ഒരു ചെറുപുഞ്ചരിയോട് കൂടിയിട്ട് വർത്തമാനം പറയാൻ തുടങ്ങുന്നവരുമായിരുന്നു അവിടുത്തെ ജനങ്ങൾ. സ്മിതപൂർവമായിട്ട് അഭിഭാഷണം ചെയ്യുന്നവരായിരുന്നു അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ ജനങ്ങൾ. മാത്രമല്ല, ക്രോധാത് കാമാർത്ഥഹേതോർവാ ന ബ്രൂയുരനൃതം വച. ഒരിക്കലും കളവ് പറയാത്തവർ. അനൃതം വച ന ബ്രൂയു. അനൃതമായിട്ടുള്ള, കളവായിട്ടുള്ള ഒരു വാക്ക് പോലും അവർ പറഞ്ഞിരുന്നില്ല. എങ്ങനെയൊക്കെ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് മനുഷ്യർ നുണ പറയാറുള്ളത്? ക്രോധം കൊണ്ടോ കാമാർത്ഥങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടോ, ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാറുണ്ട് മനുഷ്യർ. അതല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്, കാമപൂർത്തിക്ക് വേണ്ടിയിട്ട്
അതല്ലെങ്കിൽ അർത്ഥലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ നുണ പറയും. ഇതൊക്കെ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. തനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ചെറുതായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്, ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിവാഹാദി കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്ന് നുണ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലോകത്തിൽ അങ്ങനെയുള്ളവരാണ് ധാരാളം. പക്ഷേ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നുണ പറയാറുണ്ട്. ആ പഠിപ്പുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പദവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ നേടിയെടുക്കും. അവസാനം അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ജനങ്ങളൊന്നും ആയിരുന്നില്ല അയോധ്യയിൽ. അതാണ് ക്രോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ മറ്റൊരാളോടുള്ള ദേഷ്യം കൊണ്ടോ അവരെ തകർക്കാൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ കാമങ്ങളും അർത്ഥങ്ങളും സ്വായത്തമാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരിക്കൽ പോലും നുണ പറയാത്തവരായിരുന്നു അവിടുത്തെ ജനങ്ങൾ. അതാണ് ക്രോധാത് കാമാർത്ഥ ഹേതോഹോ വാ അനൃതം വച നബ്രൂയു. നുണയായിട്ട് കളവായിട്ടുള്ളൊരു വാക്യം പോലും അവർ പറഞ്ഞിരുന്നില്ല എന്നർത്ഥം. മാത്രമല്ല തേഷാമവിദിതം കിഞ്ചിത് സ്വേഷു നാസ്തി പരേഷു വാ ക്രിയമാണം കൃതം വാപി ചാരേണാപി ചികീർഷിതം. അവർ ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളെ പറ്റിയിട്ട്, ലോകത്ത് അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നടക്കുന്ന സകല കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ അറിവുള്ളവരായിരുന്നു, വളരെ വിജിലൻ്റ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതെങ്ങനെയാണ് അവരങ്ങനെ അറിവുള്ളവരായി തീരുന്നത്? അതാണ് കവി പറയാണ്, തേഷാം അവിദിതം കിഞ്ചിത് സ്വേഷു പരേഷു വാ നാസ്തി. സ്വേഷു തൻ്റെ കാര്യങ്ങളിലോ, പരേഷു മറ്റുള്ളവരുടെ കാര്യങ്ങളിലോ, തേഷാം അവിദിതം കിഞ്ചിത് നാസ്തി. അവരറിയാത്തതായിട്ടുള്ളൊരു കാര്യം പോലും ആ രാജ്യത്ത് നടന്നിരുന്നില്ല. സ്വന്തം കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അടുത്ത ദിവസം എന്താ ചെയ്യാൻ പോണത്, നമ്മൾ ഏത് വസ്ത്രം ഉടുക്കും, ഏത് ഭക്ഷണം കഴിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തീരുമാനങ്ങളാണ്. അതൊക്കെ നമുക്കറിയാൻ പറ്റും. പക്ഷെ വേറൊരാൾ എന്തൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുക? അതിന് ചാരന്മാരുണ്ട്. ചാരന്മാർ പറഞ്ഞത് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ വീടുകളിൽ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടോ മറ്റുള്ള പലരിൽ നിന്നുമൊക്കെ അറിവ് സ്വീകരിച്ചു കൊണ്ടൊക്കെ ഇവരോട് വന്ന് പറയും. അങ്ങനെ ഒരു രാജ്യത്തിലെ സകല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നടക്കുന്നവരായിരുന്നു. അതാണ് തേഷാം അവിദിതം കിഞ്ചിത് നാസ്തി. അവർക്കറിയാത്തതായിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം കാര്യമായിക്കോട്ടെ മറ്റുള്ളവരുടെ കാര്യമായിക്കോട്ടെ എല്ലാം നല്ലോണം അറിഞ്ഞിരുന്നു അവർക്ക്. അതാണ് സ്വേഷു പരേഷുവാ. അവരവരുടെ കാര്യത്തിലും നല്ല തീർച്ചയുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം, മറ്റുള്ളവരുടെ കാര്യവും അതേപോലെ തന്നെ അറിയാം. അങ്ങനെയുള്ള ജനങ്ങളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈനികന്മാരൊക്കെയായിരുന്നു രാജ കൊട്ടാരത്തിലെ ജനങ്ങൾ. ബ്രാഹ്മണരായിക്കോട്ടെ, സൈനികരായിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, അങ്ങനെയുള്ളവരൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും ഒക്കെ ഒരേപോലെ അറിവുള്ളവരായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ അറിയുന്നവരായിരുന്നു. അതാണ് ക്രിയമാണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൃതം മുമ്പ് ചെയ്തതുമായിട്ടുള്ള സകല കാര്യങ്ങളും ചാരേണാപി ചികീർഷിതം. എങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്? ചാരന്മാർ വഴിയെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള അങ്ങനെയുള്ള ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ജനങ്ങളെന്നല്ല, അങ്ങനെയുള്ള രാജപുരുഷന്മാർ. അതായത് കഴിഞ്ഞ കാര്യങ്ങൾ എന്താ, അതിനെ തുടർന്ന് ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് സദാസമയവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അപ്പോഴത്തെ സംഭവങ്ങളെല്ലാം തന്നെ അറിയുന്നവരായിരുന്നു അവിടുത്തെ രാജകിങ്കരന്മാർ എന്നാണ് ഇവിടെ പറയണത്. അതുപോലെ 10ാമത്തെ ശ്ലോകം നോക്കാം. കുശലാവ്യവഹാരേഷു സൗഹൃദേഷു പരീക്ഷിതാഃ പ്രാപ്തകാലം യഥാദണ്ഡം ധാരയേയുസ്സുതേഷ്വപി. വ്യവഹാരേഷു കുശലാഹ. വ്യവഹാരങ്ങളിൽ, നടപടികളിൽ, അതായത് രാജ്യത്ത് എന്തെല്ലാം ചെയ്തു തീർക്കണം അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളിലും, ജനങ്ങളോടുള്ള ഇടപെടലുകൾ, കച്ചവടം നടത്തുക, കൃഷി നടത്തുക, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഒരു രാജ്യത്തിൽ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെയധികം നടപടിയെടുക്കുന്നവർ, നല്ല പ്രവൃത്തിയുള്ളവരായിരുന്നു. അതാണ് വ്യവഹാരേഷു കുശലാഹം. വ്യവഹാരങ്ങളിൽ മടി പിടിച്ചുകൊണ്ട് പിന്നാക്കം പോയി നിൽക്കുന്നവരായിരുന്നില്ല അവർ. കുശലന്മാരായിരുന്നു, മിടുക്കന്മാരായിരുന്നു അവർ. മാത്രമല്ല സൗഹൃദേഷു പരീക്ഷിതാഹ. എല്ലാവരെയും ഒരുപോലെ സുഹൃത്തുക്കളായിട്ട് എടുക്കുന്നവരായിരുന്നില്ല. കണ്ടാൽ എല്ലാവരോടും വർത്തമാനം പറയുക, ചിരിച്ചൊക്കെയാണ് സംസാരിക്കുക എന്നൊക്കെ കാണുമ്പോൾ എല്ലാവരോടും അടുപ്പുണ്ടെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കളെ അവർ നല്ലവണ്ണം പരീക്ഷിച്ചേ തിരഞ്ഞെടുത്തിരുന്നുള്ളൂ. അതാണ് സൗഹൃദേഷു. സുഹൃത് ബന്ധങ്ങളെ നല്ലപോലെ ഒരച്ചു നോക്കി മനസ്സിലാക്കിയിട്ടുള്ളവരായിരുന്നു. പരീക്ഷിച്ച് അറിഞ്ഞ സുഹൃത്തുക്കളെ മാത്രം
സ്വീകരിച്ചിരുന്നവരെ. സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് നടക്കണവർ ഇവിടെ കേൾക്കണത് അടുത്തേക്കിൽ പറഞ്ഞ് അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാരാവും പകുതി. അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും വിശ്വസിക്കരുത് എന്നുള്ളത് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇവർ. അതാണ് സൗഹൃദേഷു പരീക്ഷിതാഹ. സൗഹൃദങ്ങളൊക്കെ നല്ലവണ്ണം പരീക്ഷിച്ചിട്ടേ ഉറപ്പിച്ചിരുന്നുള്ളൂ. അങ്ങനെയുള്ളവരായിരുന്നു പുരുഷന്മാർ. അതോടൊപ്പം പ്രാപ്തകാലം യഥാദണ്ഡം ധാരയേയോ. പ്രാപ്തകാലം നേരം വന്നാൽ സുതേഷു അഭി മക്കളിൽ പോലും യഥാദണ്ഡം ധാരയേയോ എന്തായിരുന്നോ ശിക്ഷാ നടപടികൾ അത് സ്വീകരിക്കാൻ യാതൊരു മടിയില്ലാത്തവരായിരുന്നു അന്നത്തെ കാലത്ത് അയോധ്യയിലുണ്ടായിരുന്ന പ്രത്യേകിച്ച് രാജകിങ്കരന്മാർ, രാജപുരുഷന്മാർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്, നമുക്ക് വളരെയധികം മനസ്സിലാക്കേണ്ടതാണ്. സ്വന്തം ആൾക്കാരാകുമ്പോൾ ശിക്ഷ കുറയ്ക്കുക, വല്ലവർക്കാകുമ്പോൾ നല്ല ശിക്ഷ കൊടുക്കുക, ഇങ്ങനത്തെയൊക്കെ നടപടികൾ ഇപ്പോഴത്തെ കാലത്ത് കാണാനുണ്ട്. അതൊക്കെ ദുർഭരണത്തിൻ്റെ ഭാഗമാണ്. അവരവരുടെ ആൾക്കാർ തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും മറ്റുള്ളവർ തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും ഒരുപോലെ കാണാൻ പറ്റുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അയോധ്യയിൽ അതുണ്ടായിരുന്നു. സ്വന്തം മക്കളാണ് കഠിനമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. അതായിരുന്നു അന്നത്തെ ഒരു രീതി. അതാണ് പ്രാപ്തകാലം യഥാദണ്ഡം ധാരയേയോ സുതേഷ്വപി. ഇനി മാത്രമല്ല, കോശസംഗ്രഹണേ യുക്താബലസ്യ ച പരിഗ്രഹേ അഹിതം ചാപി പുരുഷം നഹിംസ്യുരവിദൂഷകം. ഇനി ആ രാജപുരുഷന്മാർ കോശസംഗ്രഹണേ യുക്താഹ. കോശം എന്നുള്ളത് കൊണ്ട് ഭണ്ഡാരം, ഖജനാവ് എന്നൊക്കെയാണ് അർത്ഥം. ഖജനാവ് നിറയ്ക്കുന്നതിൽ വളരെയധികം തൽപരരായിരുന്നു. ഖജനാവ് നിറയ്ക്കുന്നതിൽ തൽപരരെന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെ പിഴിഞ്ഞ് കോശം നിറയ്ക്കുക, ട്രഷറിയിൽ ഫണ്ട് ഉണ്ടാക്കുക എന്നൊന്നും അല്ല അർത്ഥം. വേണ്ടത് കൃത്യമായിട്ടുള്ള കാലങ്ങളിൽ പിരിച്ചെടുക്കുക. രാജാവിന് എവിടുന്ന കാശ്? രാജാവിന് പ്രജകളിൽ നിന്ന് തന്നെയാണ് ധനം കിട്ടുള്ളൂ. ആ ധനം തന്നെയാണ് പ്രജകൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അതൊരു ചാക്രിക വ്യവസ്ഥയാണ്. പ്രജകളിലുണ്ടെങ്കിലേ രാജാവിനുള്ളൂ, രാജാവിനുണ്ടെങ്കിലേ പ്രജകൾക്കുള്ളൂ. അപ്പോൾ രാജാവിൻ്റെ ഭണ്ഡാരം, ഖജനാവ് നിറയ്ക്കുന്നതിൽ അപ്പോൾ ഈ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലാണ് ഖജനാവ് നിറച്ചിരുന്നത്. കരം അഥവാ ടാക്സ് ഒക്കെ വേണ്ടതുപോലെ പിരിക്കുക, ശിക്ഷാ നടപടികളിലുള്ള ധനം വേണ്ടതുപോലെ പിരിച്ചെടുക്കുക, അതൊക്കെ ഈ കോശത്തിൽ അഥവാ ഖജനാവിൽ കൊണ്ട് അടയ്ക്കണം. അതൊക്കെ അവരവരുടെ പോക്കറ്റിൽ വയ്ക്കുകയല്ല. അങ്ങനത്തെ വളരെ കൃത്യനിഷ്ഠയോടെ പോയിരുന്ന രാജപുരുഷന്മാരായിരുന്നു അന്നത്തെ കാലത്ത്. മാത്രമല്ല ബലസ്യച പരിഗ്രഹേ, ബലത്തിനെ, ബലം എന്ന് വെച്ചാൽ സൈന്യമാണ്, സൈന്യത്തെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിലും നല്ല ശ്രദ്ധയുള്ളവരായിരുന്നു. സൈന്യത്തെ തോന്നിയ പോലെ തൻ്റെ ഇഷ്ടത്തിന് വിടുകയല്ല, രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ ഇവർ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു, ഏകോപിപ്പിച്ച് കൊണ്ടുപോയിരുന്നു എന്നർത്ഥം. മാത്രമല്ല അഹിതം ചാപി പുരുഷം നഹിംസ്യുര വിദൂഷകം. അത് വലിയൊരു പാഠമാണ്, രാജാക്കന്മാർ മനസ്സിലാക്കേണ്ടതാണ്. ശത്രു ആയിക്കോട്ടെ, അഹിതം ചാപി പുരുഷം, അഹിതം പുരുഷം ച അഭി. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് നമ്മുടെ ശത്രുവാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ മേൽ ആരോപിക്കാത്ത കുറ്റമില്ല എന്നല്ല, അങ്ങനെ ആയിരുന്നില്ല അന്ന്. അതാണ് ന ഹിംസ്യു അവിദൂഷകം. ആ ശത്രുരാജ്യത്തിൻ്റെ കൂട്ടത്തിൽ പിറന്നവനാണ്, അവരുടെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ജനിച്ചവനാണെന്നുള്ളത് കൊണ്ട് അയാൾ ശത്രു ആയിക്കൊള്ളുന്നില്ല. അയാൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, ആർക്കും ഒരു ദോഷവും വരുത്തുന്നില്ല എങ്കിൽ അയാളെ ഹിംസിച്ചിരുന്നില്ല. ശത്രുപക്ഷത്ത് ജനിച്ചു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അയാളുടെ പക്ഷത്തുള്ളതായ ഒരു ദോഷം. പക്ഷേ അതുകൊണ്ടൊരാളെ ഉപദ്രവിച്ചിരുന്നില്ല, അയാൾക്ക് ശിക്ഷകൾ കൊടുത്തിരുന്നില്ല. ആരാണോ, അത് സ്വന്തക്കാരാണെങ്കിലും അവർ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു. ശത്രുക്കളാണെങ്കിലും ശത്രുക്കളാണെന്നുള്ളത് കൊണ്ട് ആക്രമിക്കുകയോ അവരെ വധിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. തെറ്റ് ചെയ്താൽ മാത്രമേ ശിക്ഷയുള്ളൂ. അത് മകനായാലും വേണ്ടില്ല, അമ്മയായാലും വേണ്ടില്ല, അച്ഛനായാലും വേണ്ടില്ല, ശത്രു ആയാലും വേണ്ടില്ല, ശിക്ഷയുണ്ട്. ഇനി ശത്രു ആണെന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് ശിക്ഷയുണ്ട് എന്നും ഇല്ല. അവിടെ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കുമായിരുന്നു സ്ഥാനം, അതല്ലാതെ ബന്ധങ്ങൾക്കായിരുന്നില്ല സ്ഥാനം എന്നർത്ഥം. അതാണ് അഹിതം ചാപി പുരുഷം ന ഹിംസ്യുരവിദൂഷകം. വിദൂഷകൻ എന്നുള്ള വാക്ക് സംസ്കൃത നാടകങ്ങളിലെ ഒരു കഥാപാത്രമായിട്ട് എടുക്കരുത്. ഇവിടെ ദോഷം ചെയ്യാത്തവരെന്നർത്ഥം. അതായത് വിശേഷേണ ദോഷം ചെയ്യുന്നവൻ വിദൂഷകൻ, അവിദൂഷകൻ ഒരു ദോഷവും ചെയ്യാത്തവൻ എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ആർക്കും ഒരു ദോഷവും വരുത്താത്ത ശത്രുപക്ഷത്തിൽ ഒരാളെ പോലും ഹിംസിച്ചിരുന്നുമില്ല. അതൊക്കെ മാതൃകാപരമായിട്ടുള്ള ഭരണങ്ങളുടെ ഭാഗമാണ്. മാത്രമല്ല വീരാശ്ച നിയതോത്സാഹ രാജശാസ്ത്രമനുഷ്ഠിതാ ശുചിനാം രക്ഷിതാരശ്ച നിത്യം വിഷയവാസിനാം.
ഇവരെല്ലാവരും തന്നെ, രാജപുരുഷന്മാരെല്ലാവരും തന്നെ വീരാശ്ച, വീരന്മാരായിരുന്നു, ഒന്നിനെയും പേടിക്കുന്നവരായിരുന്നില്ല. നിയതോത്സാഹ, ഉത്സാഹശാലികളായിരുന്നു, എല്ലാത്തിനോടും നല്ല കാര്യങ്ങളോടൊക്കെ നല്ല രീതിയിലുള്ള ഒരു സമീപനമുള്ളവരായിരുന്നു. രാജശാസ്ത്രം അനുഷ്ഠിതാഹ, രാഷ്ട്രതന്ത്ര വിദഗ്ധന്മാർ, രാജ്യതന്ത്രം വേണ്ടതുപോലെ പഠിച്ചെടുത്തിട്ടുള്ളവരായിരുന്നു. അതായത് അർത്ഥശാസ്ത്രം പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നന്നായി പഠിച്ചെടുക്കുന്നവർ. ആ ഒരു പദവിയിൽ കയറിയാൽ പിന്നെ തോന്നിവാസം ചെയ്യുന്നവരായിരുന്നില്ല. ഉത്തമന്മാരായിട്ടുള്ള രാജകിങ്കരന്മാരായി തീർന്നുവെങ്കിലും രാജാക്കന്മാർക്കനുസരിച്ച് പ്രജകൾക്ക് ഹിതമാകുന്ന രീതിയിലായിരുന്നു ഭരിച്ചിരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ രാജശാസ്ത്രം അനുഷ്ഠിതാഹ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ശുചിനാം രക്ഷിതാരശ്ച, ശുചികളെ, നല്ല നടപ്പുകാരെ, നല്ല പ്രവൃത്തി ചെയ്യുന്നവരെയൊക്കെ നല്ലവണ്ണം സംരക്ഷിക്കുന്നവരുമായിരുന്നു. ശുചിനാം രക്ഷിതാരശ്ച നിത്യം വിഷയവാസിനാം, വിഷയവാസിനാം ശുചിനാം രക്ഷിതാരശ്ച നിത്യം രക്ഷിതാരശ്ച ആസൻ. വിഷയവാസികൾ എന്നുള്ളത് കൊണ്ട് വിഷയങ്ങളോട് ആസക്തിയുള്ളവരെന്നുള്ള അർത്ഥം എടുക്കണ്ട, പ്രജകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അയോധ്യ രാജ്യത്തിലെ പ്രജകളെ സത്യസന്ധന്മാരായിട്ടുള്ള പ്രവൃത്തിയിലും മനസ്സിലുമൊക്കെ ശുചിത്വം കാത്തു സൂക്ഷിക്കുന്നവരായിട്ടുള്ള പ്രജകളെയൊക്കെ നല്ലവണ്ണം സംരക്ഷിക്കുന്നവരുമായിരുന്നു അവിടുത്തെ രാജകിങ്കരന്മാർ എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. വളരെ ശക്തമാണ്. ബാഹ്യമായിട്ടുള്ള ശക്തിയൊക്കെ കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ശക്തിയെ പറ്റിയിട്ട്, അവരുടെ ജനങ്ങൾ മാത്രമല്ല അവരുടെ പുരോഹിതന്മാരെ, മന്ത്രിമാരെ, ഇവരുടെ ശക്തിയെ പറ്റിയിട്ടൊക്കെയാണ്. കേവലം ശാരീരിക ശക്തിയല്ല, മനസ്സിൻ്റെ ശക്തി, ബുദ്ധിശക്തി, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ശ്രീമന്തശ്ച മഹാത്മാന ശസ്ത്രജ്ഞാ ദൃഢവിക്രമാഃ കീർത്തിമന്തഃ പ്रणिहिताः യഥാവചനകാരിണഃ തേജക്ഷമായശഃ പ്രാപ്താ സ്മിതപൂർവാഭിഭാഷിണഃ ക്രോധാത് കാമാർത്ഥഹേതോർവാ ന ബ്രൂയുരനൃതം വച തേഷാമവിദിതം കിഞ്ചിത് സ്വേഷു നാസ്തി പരേഷു വാ ക്രിയമാണം കൃതം വാപി ചാരേണാപി ചികീർഷിതം കുശലാവ്യവഹാരേഷു സൗഹൃദേഷു പരീക്ഷിതാഃ പ്രാപ്തകാലം യഥാ ദണ്ഡം ധാരയേയുഃ സുതേഷ്വപി കോശസംഗ്രഹണേ യുക്താബലസ്യ ച പരിഗ്രഹേ അഹിതം ചാപി പുരുഷം നഹിംസുരവിദൂഷകം വീരാശ്ച നിയതോത്സാഹ രാജശാസ്ത്രമനുഷ്ഠിതാഃ ശുചിനാം രക്ഷിതാരശ്ച നിത്യം വിഷയവാസിനാം. ഇനി ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങളെല്ലാം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.